മോഹൻലാലിനൊക്കെ ആരാ കേണൽ പദവി കൊടുത്തത്? ഇയാള് കാണിക്കുന്ന ചീപ്പ് ഷോ അല്ലേ? ലാലിനിപ്പോ മുണ്ടക്കയിലേക്ക് പോവേണ്ട കാര്യം എന്തായിരുന്നു? മോഹൻലാലിന്റെ പട്ടാള യൂണിഫോമിൽ ചെളി പുരണ്ടില്ലല്ലോ. ഇത്തരത്തിലുള്ള ചിലരുടെ വെറുപ്പ് കൊണ്ടുള്ള കമന്റ്സ് മോഹൻലാലിനെതിരെ സോഷ്യൽ മീഡിയകളിൽ നിറയുകയാണ്. ലഫ്റ്റനന്റ് കേണൽ പദവി നേടിയിട്ടുള്ള താരമാണ് മോഹൻലാൽ. ഈ പദവി കിട്ടിയതിന്റെ പേരിൽ മുമ്പ് പലപ്പോഴും അദ്ദേഹം വിമർശിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം വിമർശനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ വയനാട് സന്ദർശിക്കാൻ മോഹൻലാൽ പട്ടാളക്കാരനായി എത്തിയിരുന്നു. മാത്രമല്ല തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എന്നിട്ടും സോഷ്യൽ മീഡിയ വഴി ആളുകൾ മോഹൻലാലിനെ വിമർശിക്കുകയാണ്. എന്നാൽ മോഹൻലാലിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിട്ടുമുണ്ട്. സത്യത്തിൽ സോഷ്യൽ മീഡിയ വഴി ലാലിനെ ചിലർ വെറുപ്പുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ പൊതിയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ലാല് കാണിക്കുന്നത് എങ്ങനെ ചീപ്പ് ഷോ ആവും? മോഹൻലാലിന് മറ്റുള്ള സൈനികരെ പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട കണ്ണുനീർ മൂടി ഈ പ്രളയഭൂമിയിൽ ഒരു ചെറു പുഞ്ചിരി വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലാൽ വയനാട് സന്ദർശിച്ചത്. അതിനെ പോസിറ്റീവായിട്ടല്ലേ സമീപിക്കേണ്ടത്? വയനാട്ടിലുള്ള ആർമി ഉദ്യോഗസ്ഥർ നേരെ ചൊവ്വയിൽ നീണ്ടു നിവർന്ന് കിടന്നുറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായിട്ടുണ്ടാവും. അത്ര വലിയ കഷ്ടപ്പാടുകളാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2000-ഓളം ആളുകളാണ് വയനാടിന്റെ മുക്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്കൊക്കെ ഊർജം പകരാൻ മോഹൻലാലിന്റെ വരവിന് സാധിച്ചു. കാരണം മലയാളികൾക്ക് നമ്മുടെ ലാലേട്ടൻ ഒരു കുടുംബാംഗത്തെ പോലെയാണ്. മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരുപാട് മനുഷ്യർ മരിച്ചു കഴിഞ്ഞു. ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. അവരുടെയൊക്കെ ബന്ധുക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയാണിപ്പോ. ആ സാധുക്കളെ കാണാനാണ് മോഹൻലാൽ പോയത്. അവരുടെ ദുഃഖം പൂർണ്ണമായും മാറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരിക്കും. പക്ഷെ അവർക്ക് ചെറിയൊരു സന്തോഷം നൽകാൻ ലാലിന് സാധിക്കും. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം മോഹൻലാലിനെ അവിടെ വെച്ച് നേരിൽ കണ്ടപ്പോൾ കുറച്ചുപേരുടെ മുഖത്തെങ്കിലും ഒരു ചെറിയ പുഞ്ചിരി വന്നിട്ടുണ്ടാകും.